മലപ്പുറത്തും ഇന്ന് കല്ലിടിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സി.വി. അനുമോദ് മലപ്പുറത്തുണ്ട്. മലപ്പുറത്തെ സാഹചര്യം എന്താണ് അനുമോദ്? ഇന്ന് നടപടികൾ ഉണ്ടാകുമോ? ഒപ്പം നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. സമാനമായി തന്നെ കാര്യങ്ങൾ നീങ്ങുമോ? രഞ്ജിത്ത്, കഴിഞ്ഞ 3 ദിവസമായി മലപ്പുറം ജില്ലയിൽ കേരളിന്റെ സർവേ നടത്താൻ സാധിച്ചിരുന്നില്ല. തിങ്കളാഴ്ച പൂർണ്ണമായിട്ടും ചൊവ്വാഴ്ച അതായത് ഇന്നലെ ഈ സർവേ നടപടികൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തും നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മലപ്പുറം ജില്ലയിൽ സർവേ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ നാട്ടുകാരുടെ പ്രതിഷേധവും പ്രതിരോധവും കാരണമാണ് തിരുനാവായ പഞ്ചായത്തിലെ സർവേ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ ഇന്നു മുതൽ തവനൂർ തവനൂർ പഞ്ചായത്തിൽ സർവേ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത്. തവനൂരിലെ കടകശ്ശേരിയിലായിരിക്കും സർവേ തുടങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖല ഇവിടെ ഇതുവരെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ റെയിൽവേ ലൈനിനോട് സമാന്തരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് സർവേ നടത്തിയിരുന്നെങ്കിൽ ഇന്നു മുതൽ ഈ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേ ലൈനുകളൊന്നും ഇല്ലാത്ത മേഖലകളിലൂടെയാണ് ഈ സർവേ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനവാസ മേഖലകൾ കൂടുതലായിട്ടും ഈ ഒരു ദിശയിൽ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധവും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഭാരതപ്പുഴയ്ക്ക് ചേർന്നാണ് സർവേ തുടങ്ങാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. ഈ തവനൂരിന് ശേഷം അയങ്കലം, വട്ടംകുളം, എടപ്പാൾ, ചങ്ങരംകുളം, അതുപോലെ തന്നെ ആലങ്കോട് വഴിയാണ് ഈ ഒരു പാത, നിർദ്ദിഷ്ട പാത കടന്നു പോകുന്നത്. ഈ ഒരു മേഖലയെല്ലാം തന്നെ കോൾപ്പാടം അടങ്ങിയ മേഖലകളാണ്. അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങൾ ഒരുപാട് കടന്നു പോകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധം അത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മുന്നിൽ വെച്ച് എതിർക്കുന്നവരും ഈ ഒരു മേഖലയിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായതുപോലെ തന്നെ ഒരു പ്രതിഷേധം ഈ ഒരു മേഖലയിലൂടെ സർവേ ചെന്നെത്തുമ്പോഴും നമ്മൾ കണക്കാക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഈ ഒരു സർവേ തുടങ്ങുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നാട്ടുകാരുടെ പ്രതിരോധ സമിതി യോഗങ്ങളെല്ലാം തന്നെ വിളിച്ചു ചേർത്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും രാവിലെ 10 മണിയോടെ ആയിരിക്കും ഈ ഒരു മേഖലയിൽ സർവേ നടപടികൾ ആരംഭിക്കുക എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എത്രത്തോളം പ്രതിഷേധം ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർവേ നടപടികളുടെ ഭാവി ഈ ഒരു മേഖലയിൽ നിശ്ചയിക്കുക. തിരുനാവായിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം അതിശക്തമായിരുന്നു. 500-ലധികം ആളുകൾ, അതായത് സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളെന്ന് തന്നെ പറയാം, ആ നാട്ടിലെ ആ പാടശേഖരത്തിൽ അണിനിരന്ന് മനുഷ്യമതിൽ തീർത്ത് ഈ ഒരു സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ തടയുന്നൊരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അത്രയും വലിയ പ്രതിരോധത്തെ ബലപ്രയോഗത്തിലൂടെ മറികടക്കാൻ പോലീസിന് താല്പര്യമില്ലെങ്കിൽ, ബലപ്രയോഗത്തിലൂടെ പോലീസ് നേരിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സർവേ നടക്കുകയില്ല. എന്താണെങ്കിലും സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന സൂചനകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ജനങ്ങളുമായിട്ടൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് എവിടെയും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിഷേധം ഈ ഒരു മേഖലയിൽ ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ സർവേ നടപടികൾ പുരോഗമിക്കുക. രഞ്ജിത്ത്, സി.വി. അനുമോദാണ് മലപ്പുറത്തെ